ഓക്കെ, വരച്ച് കഴിയാത്തവരുണ്ടല്ലേ? I'll just draw that once again.
So talking about FinFET, what was the major difference between FinFET and conventional MOSFETs? എന്തായിരുന്നു major difference എന്ന് പറയുന്നത്? Anjana, what is the major difference between FinFET and conventional MOSFETs? മോസ്ഫെറ്റിൽ സോഴ്സും ഡ്രെയിനും ഗേറ്റും എല്ലാം ഒരു സെയിം പ്ലെയിനിലുണ്ട്. യെസ്, അത് അല്ലെങ്കിൽ നമ്മൾ ആ മോസ്ഫെറ്റിന് നമ്മൾ എന്താ യൂഷ്വലി പറയുക, പ്ലെയിനാർ മോസ്ഫെറ്റ്സ് എന്ന് പറയും അല്ലേ. കൺവെൻഷണൽ മോസ്ഫെറ്റ്സ് ആർ പ്ലെയിനാർ മോസ്ഫെറ്റ്സ്. ദെൻ വേറെ എന്താ പോയിന്റ് ഉള്ളത്? ഇതിലെന്തായിരിക്കും ഡിഫറൻസ്? സോഴ്സിന്റെയും ഡ്രെയിനിന്റെയും ഇടയിലൂടെ ഗേറ്റ് ഉണ്ട്. അത് മാത്രമാണോ? ഇതിൽ സ്ട്രക്ചറൽ പ്ലെയിനാർ ആണ്. ഇതിന്റെ കേസിൽ എങ്ങനെയാണ് ഡിഫറൻസ് വരുന്നത് സ്ട്രക്ചർ വൈസ്? ഈ സ്ട്രക്ചറിൽ പ്ലെയിനിലല്ല, വി ആർ ഹാവിംഗ് ആൻ എലിവേറ്റഡ് പോർഷൻ അല്ലേ. വി ആർ ഹാവിംഗ് ദ സോഴ്സ്, ഡ്രെയിൻ ആൻഡ് ചാനൽ ഇൻ ആൻ എലിവേറ്റഡ് പോർഷൻ. ഇത് പ്ലെയിൻ ആണ് ഈ വരച്ചിരിക്കുന്നത്. ആ പ്ലെയിനിന്റെ അതേ സർഫസിലല്ല സോഴ്സും ഡ്രെയിനും ചാനലും ഒക്കെ ഉള്ളത്. ബട്ട് വി ആർ ഹാവിംഗ് ഓൾ ദീസ് തിങ്സ് ഇൻ ആൻ എലിവേറ്റഡ് പൊസിഷൻ. വി ആർ ഹാവിംഗ് ദ സോഴ്സ് ആൻഡ് ഡ്രെയിൻ elevated from the plane, and the gate wraps around the channel from three sides. Usually planar MOSFETs in the case, usually the gate is actually placed on top of the channel. There will be control only in one way, but here in this case the channel is wrapped around by the gate in three directions. മോളിലും ഈ സൈഡിലും അപ്പുറത്തെ സൈഡിലും അല്ലേ, മൂന്ന് സൈഡിലും റാപ്പ് അറൗണ്ട് ചെയ്യുന്നുണ്ട് ഏതിനെ, ചാനലിനെ. അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് എന്താ അഡ്വാൻറ്റേജ്? Ashna, what is the advantage of wrapping around gate over the entire channel? മോസ്ഫെറ്റിൽ അങ്ങനെ അത് പ്ലെയിനർ ആയതുകൊണ്ട് അതിനെ നമുക്ക് ഓഫ് സ്റ്റേറ്റിൽ ആക്കാൻ പറ്റൂല. ഈ കേസിലാകുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക? എന്തായിരുന്നു റീസൺ? സോഴ്സും ഡ്രെയിനും അടുത്തടുത്തായിരിക്കും. ഏത് കേസിൽ അത് മെൻഷൻ ചെയ്യണം? ഏത് കേസിലും ഷോർട്ട് ചാനലിന്റെ കേസിൽ നമ്മൾ മോസ്ഫെറ്റിൽ ഇതെല്ലാം നമ്മൾ ട്രൈ ചെയ്യുന്നത് എപ്പോഴാണ്? അശ്ന പറഞ്ഞ കറക്റ്റ് ആണ്. സോഴ്സും ഡ്രെയിനും അടുത്തടുത്ത് വരുമ്പോഴാണ് they are having we cannot completely turn off the device by giving a negative voltage to the gate. ഗേറ്റിലേക്ക് ഒരു നെഗറ്റീവ് വോൾട്ടേജ് അപ്ലൈ ചെയ്ത് നമുക്ക് ഡിവൈസിനെ കംപ്ലീറ്റ്ലി ടേൺ ഓഫ് ചെയ്യാൻ പറ്റില്ല. വൈ? നമ്മൾ മിനിയേച്ചറൈസേഷനിലേക്ക് പോകുന്നുണ്ട്. നമ്മൾ ഡിവൈസ് എല്ലാ കമ്പോണൻസും നമ്മൾ ചെറുതാക്കാൻ ശ്രമിക്കും. അങ്ങനെ ചെറുതാക്കുമ്പോൾ ഡ്യൂ ടു ഷോർട്ട് ചാനൽ എഫക്ട് the source and drain will be closer to each other, and when we apply a negative gate voltage they won't completely turn off because of the presence of leakage current. അല്ലെങ്കിൽ there will be some few electrons എന്തായാലും ഉണ്ടാകും. ആ ഇലക്ട്രോൺസ് സോഴ്സും ഡ്രെയിനും അടുത്തടുത്തായതുകൊണ്ട് there will be some leakage current. So we cannot completely turn off the device by applying a negative gate voltage. So that can be overcome, or that shortcoming can be overcome in this method. എങ്ങനെ? By wrapping around the gate over the entire channel on three sides. മൂന്ന് സൈഡിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ടൈപ്പിനെ നമ്മൾ ട്രൈ ഗേറ്റ് എന്നും പറയും. ട്രൈ ഗേറ്റ് മീൻസ് വി ആർ അപ്ലൈയിങ് ദ ഗേറ്റ് ഓൺ ദ ത്രീ സൈഡ്സ് ഓഫ് ദി ചാനൽ അല്ലേ. പ്ലെയിനാർ മോസ്ഫെറ്റ്സിൽ വി ആർ ആക്ച്വലി പ്ലേസിംഗ് ദ ഗേറ്റ് ഓവർ ദ channel, but here we are applying, or we are wrapping around the gate over the channel. So I will just mention the points. Conventional MOSFETs are planar. I am just mentioning the points. Okay, conventional MOSFETs are planar structure MOSFETs. Short channel effects on the conventional short channel effects. All these points should be there in your answer when you are asked for FinFET. Short channel effect, we are reducing the dimensions, or we are scaling down all the dimensions. When we are reducing all the dimensions, we are also scaling down the length of the channel. I am writing these points because this topic is an important topic. ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഫിൻഫെറ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് നിങ്ങളുടെ ഈ മോഡ്യൂളിനെ മൂന്ന് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തതിൽ ഫസ്റ്റ് ഐ തിങ്ക് യു ആർ ഹാവിംഗ് മോസ് കപ്പാസിറ്റേഴ്സ് ആണ്. ദെൻ റിഗാർഡിംഗ് ദ മോസ്ഫെറ്റ്സ്, സബ് ത്രഷോൾഡ് കണ്ടക്ഷനും ഷോർട്ട് ചാനൽ എഫക്ട്സ് എന്ന് പറഞ്ഞൊരു പാർട്ടുണ്ട്, സബ് ത്രഷോൾഡ് കണ്ടക്ഷൻ എന്ന് പറഞ്ഞൊരു പാർട്ട്, ആൻഡ് ദ തേർഡ് പാർട്ട് ഈസ് ഫിൻഫെറ്റ്. സോ ദിസ് ക്വസ്റ്റ്യൻ വിൽ ബി എ ഷുവർ ക്വസ്റ്റ്യൻ either for 10 marks or for 5 marks. Due to reduced length of the channel, ഇത് ഞാൻ ഈ പറയുന്നത് കൺവെൻഷണൽ മോസ്ഫെറ്റ്സിന്റെ ഡിസഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, due to reduced length of the channel, source and drain
are close to each other. So what happens? As a result of that, when negative gate voltage is applied, device doesn't turn off due to leakage current. So these are the points which led to the invention of FinFET. These shortcomings overcome ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ FinFETന്റെ ഡെവലപ്മെന്റിലേക്ക് പോയത്. Okay, so these are the points. Then coming to the structure of FinFET, we are having elevated source and drain. ഇങ്ങനൊരു സ്ട്രക്ചർ ഉള്ളതുകൊണ്ടാണ് FinFET എന്ന് പറയുന്നത്. ഫിൻസ് അറിയാമല്ലോ അല്ലേ, ഫിഷിന്റെ ഫിൻസ്. സോ ആ ഫിൻസ് പോലാണ് ഇത് എലിവേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഹെൻസ് ദ നെയിം FinFET. ഓക്കെ, elevated source and drain. Then the most important point is that gate wraps around the channel on 3 sides. Gate wraps around the channel on 3 sides. അതുകൊണ്ട് എന്താണ് ഗുണം? Hence have a better control over the channel. Have a better control over the channel. I'm just writing this as points. You can write in sentences. Okay, while you're writing the answers for your exams, you can write in complete sentences. Here I am just mentioning the points. So now coming to the advantages of FinFET. There also you'll be having few points. One is that obviously high speed is one advantage. നമ്മൾ ഏത് അഡ്വാൻസ്മെന്റിലേക്ക് പോകുമ്പോഴും സ്പീഡിൽ there will be drastic difference. High speed യൂഷ്വൽ ആണ് ഇതൊക്കെ. ഈ അഡ്വാൻറ്റേജ് എന്നൊക്കെ പറയുന്നത് whenever you are asked for advantages in electronics, you can write 2 major points. One is high speed and low power consumption. That will be common for all the things. അത് യൂഷ്വലി നമ്മൾ ആൻസേഴ്സിലൊക്കെ കാണുന്നതാണ്. എപ്പം അഡ്വാൻറ്റേജ് യൂസ് ചെയ്താലും you will be writing 2 points. One will be high speed and then the other will be low power consumption. That is applicable here also. Low power consumption. And third one is better scalability. What is scalability? Scalability in the sense we can reduce the size. MOSFET നമുക്ക് after a particular limit we cannot reduce the size. എന്തുകൊണ്ടായിരുന്നു? ആ ഷോർട്ട് ചാനൽ എഫക്ട്സ് കാരണം we cannot reduce the size of MOSFET after a particular limit. So but here in the case of FinFET, it is having better scalability. Better scalability. Then as mentioned in the working, lower leakage current. Then higher dopant mobility. Dopant means the material that we are using for doping the semiconductor. ഇതിനെ നമ്മൾ ഡോപ്പ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതൊക്കെ semiconductors ആണ്. Don't forget that. So the dopants that we are using, that will be having higher mobility in case of FinFET. Higher dopant mobility. So these are the main points that comes under the advantages of FinFET. And
since it provides better scalability, ഇതിന്റെയൊക്കെ സൈസ് എന്ന് പറയുന്നത് you cannot even imagine. We can say that these are all of size of in nanometers. 1428 നാനോമീറ്റേഴ്സ് ആണ് ഈ ഡിവൈസസിന്റെ ഒക്കെ സൈസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഈ വരയ്ക്കുന്ന ഈ വലിപ്പമൊന്നും അല്ല. I think you can imagine this hair size is actually in micrometers. Okay, so you can imagine how small the device will be in nanometers. These devices are all in scale of nanometers. Okay, remember that. അല്ല, നമ്മൾ ഈ വരയ്ക്കുന്ന ഈ ഒരു സൈസ് you don't expect that as a transistor. As a transistor, these all things will be very small. They are highly scalable and they will be of the size of nanometers. Remember that. Okay, these are the main points that you should be aware of when you are asked with FinFET. Completed. ഈ ഒരു സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ തന്നെ ഈ സ്ട്രക്ചർ പ്രോപ്പറായിട്ട് ഇതിലല്ല ഞാൻ നിങ്ങൾക്ക് ഫിഗർ തരാം, ടെക്സ്റ്റിൽ വരച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾ വരയ്ക്കുകയാണെങ്കിൽ യു വിൽ ഗെറ്റ് 3 to 4 മാർക്സ് ദെയർ ഇറ്റ് സെൽഫ്. സ്ട്രക്ചർ പ്രോപ്പർ ആണെങ്കിൽ വിത്ത് പ്രോപ്പർ മാർക്കിംഗ്സ്, ലേബലിംഗ് ആൻഡ് ഓൾ. Completed. Okay, fine. So almost I think we have completed the portions in 5th module as well. So we need to do some problems also. We haven't done problems for a while. You can note this, okay. For silicon with P substrate doping, for silicon with P substrate doping, for silicon with P substrate doping, Na equals 10 raised to 15 per centimeter cube. Na equals 10 raised to 15 per centimeter cube. And at the onset of strong inversion, at the onset of strong inversion, calculate width of the depletion layer, at the onset of inversion, strong inversion, calculate the width of depletion layer. Charge per unit area in the depletion layer. B is charge per unit area in the depletion layer. And finally C, the electron density Ns at the surface. Electron density Ns at the surface. So these 3 things you need to find out. Given epsilon of silicon is equal to 7.8. Epsilon R silicon is equal to 11.8. Let's try to do. Initially, you need to find the width of the depletion layer. At strong inversion, that is a point. At strong inversion.
expressions we have already derived, I think, for depletion layer width. Wm is equal to, at strong inversion, what is the width of the depletion layer? What is the general expression? Anushree. കാണുന്നില്ലല്ലോ. Tila, Ashna. General expression കിട്ടിയോ width of the depletion layer ന്റെ? xn0 into Na plus Nd. അല്ലല്ല, width of the depletion in case of MOS capacitor. എഴുതിയിട്ടില്ല? You can write if it is not written. Width of the depletion layer, Wm is equal to root of, general expression ആണ് ഞാൻ പറയുന്നത്. General expression is 2 phi s epsilon by Qna. Derivation വേണ്ട, you just need to study this expression. 2 phi s epsilon by Qna, root of. ഏത് ഡിപ്ലീഷൻ ലെയർ ആണെന്ന് മനസ്സിലായോ? നമ്മൾ MOS capacitor VG apply ചെയ്യുമ്പോൾ we are having strong inversion, right? We are having strong inversion after that depletion layer form ചെയ്ത് കഴിഞ്ഞിട്ടാണ് what we are getting, അല്ല, initial stage in the accumulation, then depletion, then only inversion or strong inversion takes place, right? So that depletion layer width is actually given by the expression Wm is equal to root of 2 phi s epsilon by Qna. Strong inversion, this is actually general expression. You can note it as general expression for depletion layer width. Depletion layer width in MOS capacitor. Wm is equal to root of 2 phi s, where phi s is the surface potential, epsilon is the permittivity, by Qna. So at strong inversion, നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്തായിരുന്നു? At the onset of strong inversion, right? At strong inversion, what is the condition in strong inversion? Anushree, phi s is equal to 2 phi f. 2 phi f. So in this general expression, you can substitute for phi s as 2 phi f. അത്രേ ഉള്ളൂ. Wm is equal to root of 2 into 2 phi f. Phi s ന് പകരം 2 phi f എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2 phi f epsilon by Qna. For this epsilon is equal to, epsilon എങ്ങനെ എഴുതുന്നു നമ്മൾ? Epsilon is equal to, in terms of relative and absolute permittivity, എങ്ങനെയാ അത് എഴുതുന്നത്? Epsilon is equal to അഞ്ജന, epsilon 0 epsilon r അല്ലേ? ഇത് പഠിച്ചിട്ടില്ലേ നിങ്ങൾ? അശ്ന, what is the value of epsilon 0? Epsilon 0 യുടെ വാല്യൂ എന്താ? ഓർക്കുന്നില്ല? ഇങ്ങനൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? എപ്സിലോൺ ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 എപ്സിലോൺ r എന്ന് പറഞ്ഞിട്ട് പഠിച്ചിട്ടുണ്ട്. അതിൽ എപ്സിലോൺ 0 യുടെ വാല്യൂ ഓർക്കുന്നുണ്ടോ? ഇല്ല. 8.85 into 10 raised to minus 14. 8.85 into 10 raised to minus 14. അത് ഓർത്തോണം, ഇറ്റ്സ് എ കോൺസ്റ്റന്റ് വാല്യൂ. 8.85 into 10 raised to minus 14. Epsilon r, it is given, right? Epsilon r is given as 11.8 in the case of silicon. Question is silicon എന്ന് പറയുന്നുണ്ട്. Even if it is not given in the question, you can take epsilon r as 11.8. നമ്മൾ Ni silicon കേസിൽ എടുക്കില്ല, 1.5 into 10 raised to 10. In a similar manner, epsilon r can be taken as 11.8 if it is not given. In this case, it is given, but sometimes it will be just mentioned as silicon. Silicon എന്ന് മാത്രമേ പറയുള്ളൂ. In that case, ഈ ഇവിടുത്തെ എപ്സിലോൺ ഉണ്ടല്ലോ, ഈ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ you cannot take it as 11.8. അവിടെ തെറ്റി. നമുക്ക് റിലേറ്റീവ്
വാല്യൂ ആണ് തന്നിട്ടുള്ളത്. ഓക്കെ, എപ്സിലോൺ ആർ സിലിക്കൺ ആണ് തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ഈ 11.8 എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി റിലേറ്റീവ് വാല്യൂ. എപ്സിലോൺ എന്ന് പറയുന്നത് ഫോർ ദാറ്റ് യു നീഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ട് എപ്സിലോൺ 0 എപ്സിലോൺ ആർ, ദെൻ ഓൺലി യു വിൽ ഗെറ്റ് ദിസ് വാല്യൂ. ഈ എപ്സിലോൺ എന്ന് പറയുന്നതാണ് ഇത്. അല്ലാതെ ഇവിടെ നിങ്ങൾ 11.8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യില്ല, then it will be wrong. So you need to multiply this and substitute that epsilon here, and now you do the calculations. ചെയ്ത് നോക്കി. ബട്ട് ഇത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് കാൽക്കുലേഷൻസ് ചെയ്യുന്നതല്ല. You should understand all these things. ഇത് എങ്ങനെയാണ് മനസ്സിലാകുക എന്നുള്ളതാണ് പ്രധാനം. Calculations it can be done using calculators. So remember this expression, okay? Width of the depletion layer. Here you need the value of phi f. I think Fermi potential equation is already given. Fermi potential expression എന്തായിരുന്നു? Phi f is equal to Anusri. Anusri present അല്ലേ? Phi f ന്റെ expression EIB minus EF യാതാ? അത് മാത്രമേ ഉള്ളൂ, വേറൊരു എക്സ്പ്രഷൻ പഠിച്ചിട്ടില്ല നമ്മള്. KT by Q എന്ന് പറഞ്ഞിട്ട് പൊട്ടൻഷ്യൽ അല്ലേ? ആ KT by Q. ലോഗ് ആ മറിച്ച് കീറരുത് ബുക്ക്. KT by Q ലോഗ് NA into ND by NA square. ഫെർമി പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ ഇപ്പൊ പറഞ്ഞത് ഏതിന്റെ ആയിരുന്നു? ബിൽറ്റ്-ഇൻ പൊട്ടൻഷ്യൽ വാല്യൂ അല്ലേ? അതല്ല, ഫെർമി പൊട്ടൻഷ്യലിന്റെ എക്സ്പ്രഷൻ KT by Q ln NA by NI. KT by Q ln NA by NI. That will be the expression for Fermi potential.
So I think in the question it is given Na is given, right? Na value is given. So you can directly find the values. Na is given as 10 raised to 15. Ni is a known value. It would be 1.5 into 10 raised to 10 per centimeter cube. Please get the answer. Ni is equal to 1.5 into 10 raised to 10 per centimeter cube, and Na is equal to 10 raised to 15 per centimeter cube. കിട്ടിയത്? Fermi potential എത്ര? 5F is equal to Dominic, ആർക്കാ കിട്ടിയ 5F value? Yes. 5F value എത്ര കിട്ടിയ? Anushree 0.288. Correct. 0.288. Yes. Volt. Yes. Potential. So it will be 0.288 volt. Then you need to find the value of width of the depletion layer. Wm is equal to root of this. You can write as root of 2 into 12, 4 5F epsilon 0 epsilon r silicon by QNA. Can substitute all the values. Please mark your attendance. ബാക്കി നമുക്ക് next class ചെയ്യാം. So next class also, next hour is also mine. അടുത്ത hour ഞാൻ തന്നെ ആയിരിക്കും. Please mark your attendance.